ഈ വീഡിയോയിൽ ക്വിക്കായിട്ട് കുറച്ച് വിഷയങ്ങൾ. അതിനകത്ത് HAL ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡ് ആ കമ്പനി GE കമ്പനിയുമായിട്ട്, അമേരിക്കയിലുള്ള GE കമ്പനി നമുക്ക് തേജാസ് ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റിന് വേണ്ടിയിട്ടുള്ള എൻജിൻ സപ്ലൈ ചെയ്യുന്ന കമ്പനിയാണ് ഈ GE എന്നുള്ളത്. ആ കമ്പനിയുമായിട്ട് ഒരു സ്പെഷ്യൽ കോൺട്രാക്ട് എഗ്രിമെന്റ് സൈൻ ചെയ്തിരിക്കുകയാണ്. അതായത് അതിൻ്റെ ആ ഒരു ഫ്ലൈറ്റിന്റെ ടർബോ ഫാൻ ഇന്ത്യക്കുള്ളിൽ ഈ HAL തന്നെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺട്രാക്റ്റാണ് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ടെക്നോളജി ട്രാൻസ്ഫർ GE HAL ചെയ്യും എന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം GE കമ്പനി അങ്ങനെ അത്ര എളുപ്പത്തിലൊന്നും അങ്ങനെ ടെക്നോളജി ഒന്നും ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു കമ്പനി അല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അമേരിക്കയുമായിട്ട് ഇന്ത്യക്ക് ട്രേഡ് താരിഫ് ഡിസ്കഷനൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് GE കമ്പനി HAL ഇങ്ങനെ ഒരു കോൺട്രാക്ട് സൈൻ ചെയ്തിരിക്കുന്നത്. ഇതൊരു ഗുഡ് സൈനാണ്. കാരണം ഒരു സൈഡിൽ നിങ്ങൾ നോക്കൂ, ട്രംപ് പല രീതിയിലുള്ള ആരോപണങ്ങളാണ് പറയുന്നത്. റഷ്യ അടുത്താണ് ഏറ്റവും കൂടുതൽ ഇന്ത്യ ആയുധങ്ങൾ മേടിക്കുന്നത്. നമ്മൾ അമേരിക്ക എടുത്ത് മേടിക്കാൻ തയ്യാറാണ്. പക്ഷെ അവര് പല കാര്യങ്ങളിലും ഓപ്പൺ അപ്പ് അല്ല. അവര് ഇന്ത്യയെ വിശ്വസിച്ച് ഇന്ത്യക്ക് അവര് കോഡ് ട്രാൻസ്ഫർ ചെയ്യാറില്ല. അതുപോലെ തന്നെ ഇന്ത്യക്ക് അവർ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാറില്ല. അപ്പൊ ഇങ്ങനത്തെ രീതിയിൽ എല്ലാം ഇങ്ങനെ മറ്റുള്ളവരൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവര് ചെറിയ കാര്യങ്ങൾ പോലും അമേരിക്ക ഈ രീതിയിൽ ഫ്ലെക്സിബിലിറ്റി കാണിക്കാത്ത ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എവിടെയാണ് കൂടുതൽ ബെനിഫിറ്റ് കിട്ടുന്നത് അവിടെയല്ലേ നമ്മൾ മേടിക്കും. അതുതന്നെയാണ് സംഭവിക്കുന്നത്. ഇതൊക്കെ ഡിബേറ്റ് ചെയ്യേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എന്തായാലും GE കമ്പനി HAL ടെക്നോളജി ട്രാൻസ്ഫറോട് കൂടി ടർബോ ഫാൻ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ടർബോ ഫാൻ അത്രയേ ഉള്ളൂ കേട്ടോ. അത് വലിയ ടെക്നോളജി ഒന്നും അതിനകത്തില്ല. ഒരു ബേസിക് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. രുദ്രം 3 എന്ന് പറഞ്ഞ മിസൈല് നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. എയർ ടു സർഫസ് മിസൈലാണ്. ഈ മോഡിഫൈ ചെയ്ത മിസൈല് നമ്മൾ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പരീക്ഷണം നടത്താൻ നമ്മൾ ഉപയോഗിച്ചത് സുഖോയ് 30 MK ഫൈറ്റർ ജെറ്റിലാണ് നമ്മൾ ഇത് പരീക്ഷണം നടത്തിയത്. വിജയകരമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ആ മോഡിഫിക്കേഷൻ സക്സസ്ഫുൾ ആണ്. അതുപോലെ ഹിസ്റ്റോറിക് മൊമെന്റ് ആണ്. ഇന്ത്യൻ ടൈം 5:30 IST നിസാർ സാറ്റലൈറ്റ് ഉപരിതലത്തിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതിന്റെ പൊസിഷനിങ്ങും കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നാസയും ISROയും കൂടി ചേർന്ന് പ്രവർത്തിക്കുന്നതായിരിക്കും. കുറച്ച് സമയമെടുക്കും അത് കൃത്യമായിട്ട് അതിന്റെ പൊസിഷനിൽ എത്തിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എന്തായാലും സക്സസ്ഫുൾ ആണ്. ഈ ഒരു ലോഞ്ചിങ് സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യ 4 പാരാ ട്രൂപ്പ് കമാൻഡോസിനെ ഏൽപ്പിച്ചാണ് ഓപ്പറേഷൻ മഹാദേവ് എന്ന് പറഞ്ഞ ആ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പൊ അതില് മൈറ്റി ഡാഗേഴ്സ് എന്ന് പറഞ്ഞ ഒരു പാരാ ട്രൂപ്പ് ഈ ഒരു ഓപ്പറേഷൻ മഹാദേവില് സക്സസ്ഫുള്ളി ഈ ഒരു തീവ്രവാദികളെ വധിച്ചതായിട്ടുള്ള വാർത്ത ഡിഫൻസിന്റെ സൈഡിൽ നിന്നും പുറത്തു വന്നിട്ടുണ്ട്. അതുപോലെ ഇന്ത്യ 3 ടൈപ്പ് ഓഫ് സ്മോൾ മൊഡ്യൂളർ പ്ലാന്റുകൾ, ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ നിർമ്മിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. 3 എണ്ണം ഡിസൈൻ ചെയ്തിട്ടുണ്ട്. 3 ടൈപ്പ്. അതിൽ ഹൈ വാട്ടർ പ്രഷർ ഉണ്ട്. അതുപോലെ തന്നെ 200 മെഗാവാട്ട് ഉൽപാദന ശേഷിയുള്ള ചെറിയ ഹോം യൂണിറ്റുകളാണ് അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള ഒരു യൂണിറ്റ് ആയിട്ട് കരുതപ്പെടുന്നത്. അതാണ് ഏറ്റവും കൂടുതൽ 2, 3 അല്ലെങ്കിൽ അപ്പാർട്ട്മെന്റുകളോ നടത്തുന്ന ആൾക്കാർക്ക് അവർക്ക് തന്നെ സ്വന്തമായിട്ട് സ്ഥാപിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈ ന്യൂക്ലിയർ റിയാക്ടേഴ്സ്, സ്മോൾ മൊഡ്യൂളർ റിയാക്ടേഴ്സ്, അത് ഇൻഡിജിനിയസ് ആയിട്ട് നിർമ്മിച്ച ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യക്കുള്ളിൽ സ്ഥാപിക്കാനാണ് പദ്ധതി ഇടുന്നത്. അതായത് 200 മെഗാവാട്ട് ഉൽപാദന ശേഷി. വളരെ നല്ല പദ്ധതിയായിട്ടാണ് തോന്നുന്നത്. എന്തായാലും അതിന്റെ ഡെമോൺസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ. DRDO അടുത്ത ഒരു പദ്ധതിക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നെക്സ്റ്റ് ജനറേഷൻ ടെക്നോളജി ഉൾപ്പെടുത്തിക്കൊണ്ട് ICBM ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അത് നിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്ഗ്രേഡഡ് വേർഷൻ, അതിന്റെ നെക്സ്റ്റ് ജനറേഷൻ വേർഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ച്, ഡിസൈൻ ആൻഡ് റിസർച്ച് വർക്ക് ആരംഭിച്ചിരിക്കുകയാണ്. ഇങ്ങനത്തെ പല പദ്ധതികളും DRDOയിൽ തുടക്കം കുറിക്കുന്നുണ്ട്. ഇതിന്റെ സക്സസ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DRDO പരമാവധി അവർ സക്സസ് റേറ്റിൽ എത്തിക്കാറുണ്ട്. പിന്നെ ചില പദ്ധതികളൊക്കെ അടപടലം പാളിപ്പോയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ലിസ്റ്റ് എടുത്ത് പറയുന്നില്ല. പക്ഷേ എന്തായാലും ഈ ഒരു പദ്ധതി സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. പാകിസ്ഥാൻ എയർഫോഴ്സിൽ സെൻടൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സെൻട്രൽ കമാൻഡിങ് യൂണിറ്റ് ആണ്. ഈ സെൻട്രൽ കമാൻഡ് യൂണിറ്റ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് നൂർഖാൻ ബേസിലായിരുന്നു. നൂർഖാൻ ബേസ് ഇന്ത്യ അറ്റാക്ക് ചെയ്ത് തകർത്ത് തരിപ്പണമാക്കിയതാണ്. അതുകൂടി നമ്മൾ ഓർക്കണം. അപ്പൊ ഇതിനകത്ത് ഇന്ത്യ പറഞ്ഞു വെക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഈ ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റിലുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് 2025 അവർ ഇത് പ്രവർത്തന സജ്ജമാക്കിയത്. ആ ഒരു സമയത്ത് അവർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ മെഷീൻ ലേണിംഗ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ സെൻസർ ഫ്യൂഷൻ ഇതിനകത്ത് അവർ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീപ്പ് ലേണിംഗ്, ശരിക്കും പറഞ്ഞാൽ ഒരു സൂപ്പർ കമ്പ്യൂട്ടിംഗ് മെത്തേഡിൽ ബിഗ് ഡേറ്റ ഉൾപ്പെടെയുള്ള പലതും പ്രോസസ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം അവിടെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സെന്ററാണ് നൂർഖാൻ ബേസിൽ ഇന്ത്യ ബ്രഹ്മോസിനെ വിട്ട് തച്ച് തകർത്ത് കളഞ്ഞത്. ഈ ഒരു വിഷയം
ഇന്ന് പാകിസ്ഥാൻ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്ത്യയും ഇതിനെ അംഗീകരിച്ചിട്ടുണ്ട്. കാരണം അവിടെ എന്തെല്ലാം തകർന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പാകിസ്ഥാന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇന്ത്യക്ക് അത് പറയാൻ കഴിയില്ല. ഇന്ത്യ ഒരു സ്പോട്ട് അറ്റാക്ക് ചെയ്തു എന്നുള്ളത് കൺഫേം ആയിട്ടുള്ള വിഷയമാണ്. അതിന്റെ ഇമേജും സാറ്റലൈറ്റ് ഫുട്ടേജൊക്കെ ഇന്ത്യ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ എന്തെല്ലാം ഉണ്ടായിരുന്നു വെച്ചാൽ ഈ രീതിയിലുള്ള ഫെസിലിറ്റീസ് എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇത് വൻ നഷ്ടമാണ്. ശരിക്കും ഇനിയൊരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ് പുതിയതായിട്ട് തന്നെ ഇനി പാകിസ്ഥാൻ രൂപീകരിച്ചെടുക്കണം. അതിന് നല്ല വമ്പൻ ചെലവുണ്ട് അതിന്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഇന്ന് പാർലമെന്റിൽ ശരിക്കും ഈ ഓപ്പോസിറ്റ് പാർട്ടിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന ആ ഒരു സാഹചര്യത്തിൽ പറഞ്ഞു വെച്ചതാണ് ഈ ട്രംപിന്റെ അവകാശവാദം. ട്രംപിന്റെ അവകാശം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പാകിസ്ഥാൻ ഇടയിൽ ഞാനാണ് എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഒത്തുതീർപ്പാക്കി എന്നല്ല പറഞ്ഞത്. അപ്പൊ അതിനെ കീറി മുറിക്കുന്ന രീതിയിലാണ് ഇന്ന് ഉത്തരം പറഞ്ഞത്. പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫ് ജനറൽ DGMO ഡയറക്റ്റായിട്ട് വിളിച്ചിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ മോദി വളരെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചത് യാതൊരു ഫോറിൻ കൺട്രീസിന്റെ ഇൻവോൾവ്മെന്റും ഇന്ത്യൻ മിലിറ്ററിയെ പാകിസ്ഥാനിൽ നിന്നും പിൻവലിക്കണം എന്നുള്ള റിക്വസ്റ്റ് ഒരു ഫോറിൻ കൺട്രിയും വെച്ചിട്ടില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് ട്രംപിനെയൊക്കെ ചോടിപ്പിക്കുന്നത്. ട്രംപ് നമ്മൾ സത്യം വിളിച്ച് പറയുമ്പോൾ ട്രംപിന് വേദനിക്കുന്നു. അത് നമുക്കൊന്നും ചെയ്യാനില്ല. ഈ കള്ളത്തരം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ എന്ത് ചെയ്യാനാണ്? ഇന്ത്യക്കിപ്പം ട്രംപ് വിളിച്ച് പറഞ്ഞിട്ടാണ് ഇത് നിർത്തിയത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാനില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, അമേരിക്ക ഡോളർ ബേസ്ഡ് എക്കോണമിയാണ്, നല്ല വെൽത്തിയസ്റ്റ് കൺട്രിയാണ്, വളർന്ന രാജ്യമാണ്, ഒരുപാട് ഇന്ത്യൻസ് അമേരിക്കയിലുണ്ട്. അമേരിക്കയ്ക്കും ഇന്ത്യക്കും നല്ല ബന്ധങ്ങളൊക്കെ തന്നെയാണ്. ഇപ്പൊ അമേരിക്ക പറഞ്ഞിട്ട് ഇന്ത്യ യുദ്ധം നിർത്തി എന്ന് പറഞ്ഞ് സമ്മതിച്ചാൽ ഇന്ത്യക്ക് എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല. പക്ഷെ അത് സംഭവിച്ചിട്ടില്ല. അങ്ങനെ വെറുതെ ഒരു കള്ളം പറയുന്നത് എന്തിനാണ്? അപ്പൊ അതൊക്കെ തന്നെയാണ് ഒരു അമേരിക്കൻ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ എന്ത് പറഞ്ഞാലും മറ്റുള്ള രാജ്യങ്ങളൊക്കെ ഓക്കെ പറഞ്ഞ് പോകണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കുന്ന കാര്യമല്ല. അതുപോലെ JD വാൻസിന്റെ ഫോൺ കോളിനെ കുറിച്ചും വളരെ വിശദമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഇന്ന് പാർലമെന്റിൽ കൊടുക്കപ്പെട്ടു. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ചില പടലപ്പിണക്കങ്ങൾ, അതായത് ചില വിള്ളലുകൾ വീണിട്ടുണ്ട്. അപ്പൊ അത് ഇന്ത്യയെ ഒന്ന് വരച്ച വരയിൽ വരുത്താൻ വേണ്ടിയിട്ടാണ് റഷ്യയുമായിട്ട് നമ്മൾ ഓയിൽ മേടിക്കുന്നത്, റഷ്യയുമായിട്ട് ആയുധം മേടിക്കുന്നത്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പ്രഷർ ഇന്ത്യയുടെ മേളിൽ അപ്ലൈ ചെയ്യുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ UK വിക്രം ദുരൈസ്വാമി യൂറോപ്യൻ യൂണിയനിൽ നിന്നും ചോദിച്ച ചോദ്യം, അതായത് റഷ്യയിൽ നിന്ന് നിങ്ങൾ ഓയിൽ മേടിക്കുമ്പോഴത്തേക്കും അതിലൂടെ ഉക്രൈനിലേക്കുള്ള റഷ്യയുടെ അധിനിവേശത്തെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂറോപ്യൻ യൂണിയനും അത് തന്നെയല്ലേ ചെയ്യുന്നത്. നിങ്ങളും ഇതേപോലെ ഡബിൾ സ്റ്റാൻഡേർഡ് തന്നെയല്ലേ? നിങ്ങൾ റഷ്യയുടെ ഓയിൽ തന്നെയല്ലേ പിന്നെ മൊറോക്കോയിൽ നിന്നും പല സ്ഥലങ്ങളിലും റിഫൈൻഡ് ആയിട്ടൊക്കെ മേടിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? ഇപ്പോഴും റഷ്യയുടെ ഗ്യാസ് തന്നെയല്ലേ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അവർക്ക് ഉത്തരമില്ല. അപ്പം നമ്മൾ മുട്ടുമടക്കിക്കൊണ്ടല്ല ഇപ്പൊ ഉത്തരം പറയുന്നത്, നമ്മൾ ഫേസ് ടു ഫേസ് നിന്ന് തന്നെയാണ് ഉത്തരം പറയുന്നത്. ആ ഉത്തരമാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ അസ്വസ്ഥതപ്പെടുത്തുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന്റെ പേരിലാണ് ഈ 25% താരിഫൊക്കെ വരുന്നത്. അതൊക്കെ വരട്ടെ, വരുന്ന വഴിക്ക് ഇന്ത്യ അതിനെയൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ട് പോകും. അപ്പൊ ആ ഒരു താരിഫിനെ കണ്ട് ഇന്ത്യ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇന്ത്യക്കുള്ളിൽ ഉണ്ടാകുന്ന ഇൻവെസ്റ്റ്മെന്റുകളും ഗ്രോത്തും വളരെ സ്റ്റേബിൾ ആയിട്ടും സ്റ്റഡി ആയിട്ടും തന്നെ മുന്നോട്ട് പോകും. ചെറുതായിട്ട് ചില വോളറ്റൈലിറ്റി ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ August 1 എന്നൊക്കെ പറയുമ്പോഴത്തേക്കും താരിഫുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ മാത്രമല്ല ആഗോളതലത്തിൽ തന്നെ ഒരു വോളറ്റൈലിറ്റി സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് ഈ ഒരു ട്രംപിന്റെ ഈ ഒരു താരിഫ് ഇതൊക്കെ ബന്ധപ്പെട്ട് തന്നെയാണ് നിൽക്കുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഗ്രോത്ത് ഉറപ്പുള്ള കാര്യമാണ്. അത് വളരെ കൃത്യമായിട്ട് തന്നെ സ്റ്റേബിൾ ആൻഡ് സ്റ്റഡി ആയിട്ട് മുന്നോട്ട് പോകും. അപ്പൊ അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരൊക്കെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലോങ് ടേം ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് പേടിക്കേണ്ട ആവശ്യമേ ഇല്ല. ഷോർട്ട് ടേമിൽ ചെയ്യുന്ന ആൾക്കാർക്ക് കുറച്ച് കെയർഫുൾ ആയിട്ട് മൂവ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.